PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം, അത് SCERT പാഠഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്ത് 9 മണിക്ക് സയൻസിൻ്റെ ക്ലാസ്സാണ്. ഇപ്പം നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതും SCERT ബേസ് ചെയ്തുകൊണ്ട്. ദെൻ 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്, തീർന്നാൽ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അതും ലൈവാണ്. അപ്പോൾ 2 ലൈവ് ക്ലാസ്, 4 റെക്കോർഡഡ് ക്ലാസ്, അങ്ങനെ 6 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. കൂടാതെ ഈ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു, കാലത്ത് പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ വൈകുന്നേരം നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അതുകൂടാതെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം നമ്മൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ എക്സാം 100 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള എക്സാം ആയിട്ട് നമ്മൾ നടത്താറുണ്ട് ലൈവായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായി ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ കണ്ടുവരിക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് 1, ക്ലാസ് 2 എന്നും പറഞ്ഞ് ഓരോ ഡേറ്റ് ഇട്ട് ഏതൊക്കെ ടോപ്പിക്സ് ഒരു ദിവസം പഠിക്കണം, ആ ക്ലാസ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ്, PDF എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്ത് പ്രകടിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് പഠിച്ചു, ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് രാഷ്ട്രപതിമാരെക്കുറിച്ചും ഉപരാഷ്ട്രപതിമാരെക്കുറിച്ചും ഏറ്റവും പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കും പെന്നൊക്കെ റെഡി ആണല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. രാഷ്ട്രപതിമാർ, നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി എന്ന് പറയുന്നത്, ഓരോ രാഷ്ട്രപതിമാരെ കുറിച്ചും, അപ്പോൾ ആരൊക്കെയാണ് രാഷ്ട്രപതി പദത്തിലിരുന്നവർ, ഓക്കെ, ആ പറയുന്ന അത്രയും രാഷ്ട്രപതിമാരുടെ പേര്, ഓർഡറിൽ, അവരുടെ കാലഘട്ടം, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ അവസാനം പറഞ്ഞു തരാം, അത് ചെറിയൊരു കണക്ഷനിലൂടെ ഞാൻ പറഞ്ഞു തരാം അത്രയും രാഷ്ട്രപതിമാരെ കുറിച്ച്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആള് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം, അല്ലെങ്കിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തി, അദ്ദേഹം 12 വർഷക്കാലമാണ് തുടർച്ചയായിട്ട് രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി പദം അലങ്കരിച്ചത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. 12 വർഷക്കാലമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇനി വരുന്ന ഇതിൽ ആവശ്യമായിട്ട് വരും കാലഘട്ടം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ 12 വർഷക്കാലമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നത്. ഇനി അദ്ദേഹം ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയാവുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ്. ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയാവുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തി, 12 വർഷം, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു.
ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഒന്ന്, രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വ്യക്തി, അല്ലെ, രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി രാജ്യസഭയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്, എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക, ജവഹർലാൽ നെഹ്റു. ഇനി അടുത്തത്, ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ എസ് രാധാകൃഷ്ണനും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സഖീർ ഹുസൈനെ കുറിച്ചാണ് നോക്കുന്നത് കേട്ടോ. സഖീർ ഹുസൈൻ. അപ്പോൾ സഖീർ ഹുസൈനെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ടത്, ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി എന്ന് പറയുന്നത് സഖീർ ഹുസൈൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് സഖീർ ഹുസൈൻ. ഇനി ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ ആയ ശേഷം പ്രസിഡന്റ് ആയ വ്യക്തി, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ, ഏത് സംസ്ഥാനമായിരുന്നു? ബീഹാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തിയാണ് സഖീർ ഹുസൈൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേരള ഗവർണർ ആയതിനു ശേഷം എന്ന് പറയുമ്പോൾ അത് ഉത്തരം മാറി, നമ്മൾ അടുത്തത് പഠിക്കും. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനത്തെ, ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ആയത് സഖീർ ഹുസൈൻ ആണ്. ഇനി അധികാരത്തിലിരിക്കെ അന്തരിച്ച രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സഖീർ ഹുസൈൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി, ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ, ഇനി അടുത്തത് വി വി ഗിരിയെക്കുറിച്ചാണ്. വി വി ഗിരിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, കേരള ഗവർണർ ആയതിനു ശേഷം, ഇത് ചോദിച്ചിട്ടുണ്ട്, കേരള ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് വി വി ഗിരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1975 എന്ത് വരുന്നുണ്ട്? അടിയന്തിരാവസ്ഥ, അല്ലേ? അപ്പോൾ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചത്. എന്താണ് ഓർഡിനൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പാർലമെന്റ് സമ്മേളിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാജ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാഷ്ട്രപതിക്ക് അത് ഒരു നിയമം നിർമ്മിക്കാവുന്നതാണ്. അതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്, അല്ലേ? താൽക്കാലികമായിട്ട് 6 മാസ കാലാവധിക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാം. ഇനി അടുത്ത നമ്മുടെ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. അപ്പോൾ നീലം സഞ്ജീവ റെഡ്ഡിയെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്, ഒന്ന്, സംസ്ഥാന മുഖ്യമന്ത്രി അതുപോലെ ലോക്സഭാ സ്പീക്കർ എന്നീ പദവികൾക്കു ശേഷം പ്രസിഡന്റായ വ്യക്തിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി, ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം? ആന്ധ്രാപ്രദേശ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതുപോലെ ലോക്സഭാ സ്പീക്കർ എന്നീ പദവികൾ വഹിച്ചതിനു ശേഷം പ്രസിഡന്റായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി എന്ന് പറയുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് ഗ്യാനി സെയിൽ സിംഗിനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത്. ഇത് നിങ്ങൾ വിട്ടുകളയാതെ പഠിച്ചിരിക്കണം. ഗ്യാനി സെയിൽ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ സിഖ് വിഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രപതി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. സിഖ് വംശത്തിൽ നിന്നും ആദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതി പദത്തിലെത്തുന്ന വ്യക്തിയാണ് ഗ്യാനി സെയിൽ സിംഗ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വധം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നിവ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പോൾ സിഖ് വംശത്തിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രപതി, ഇന്ദിരാഗാന്ധി വധം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നിവ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി. അതുപോലെ തന്നെ പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, പോക്കറ്റ് വീറ്റോ. അപ്പോൾ പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതിയാണ് ആര്? ഗ്യാനി സെയിൽ സിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആർ വെങ്കിട്ടരാമനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിശേഷണമാണ് തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആർ വെങ്കിട്ടരാമനാണ്. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നതിനു ശേഷം രാഷ്ട്രപതിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആയതിനു ശേഷം പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആയിരുന്നു നമ്മുടെ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം ഉണ്ടല്ലോ, രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ വെങ്കിട്ടരാമനാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ പ്രസിഡന്റ് ആവുന്ന 9ാമത്തെ വ്യക്തിയാണെന്ന് മാത്രം ഓർത്തിരിക്കുക. പ്രസിഡന്റ് ആവുന്ന 9ാമത്തെ വ്യക്തിയാണ് ആര്? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഇനി കെ ആർ നാരായണൻ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി പദം അലങ്കരിക്കുന്ന ആദ്യത്തെ മലയാളി ആരാണ്? കെ ആർ നാരായണൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ രാഷ്ട്രപതി പദത്തിലെത്തുന്ന ആദ്യത്തെ ദളിത് വംശജനും അദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി പദത്തിലെത്തുന്ന ആദ്യത്തെ മലയാളിയും ആദ്യത്തെ ദളിത് വംശജനും അദ്ദേഹം തന്നെയാണ്. രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളിയാണ് അദ്ദേഹം. രാജ്യസഭാ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെ ആർ നാരായണനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എ പി ജെ അബ്ദുൽ കലാം ആണ്. എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 11ാമത്തെ വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം. അതുപോലെ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ആണ്. എല്ലാവർക്കും അറിയുന്നതാ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും എ പി ജെ അബ്ദുൽ കലാം ആണ്. ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ അറിയപ്പെടുന്നതും എ പി ജെ അബ്ദുൽ കലാം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പ്രതിഭ പാട്ടീലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ആദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീലാണ്. ഓക്കെ, അടുത്തത് പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിന് 2019 ഭാരതരത്നം ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, 2019 എന്ത് ലഭിച്ചു? ഭാരതരത്നം ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ആണ് രാംനാഥ് കോവിന്ദ് കേട്ടോ. രാംനാഥ് കോവിന്ദ്
ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 14ാമത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്ന 14ാമത്തെ വ്യക്തിയാണ്. ഇപ്പൊ നിലവിൽ ആരാണ്? ദ്രൗപദി മുർമു അല്ലെ. ദ്രൗപദി മുർമു ആണ് നിലവിലെ രാഷ്ട്രപതി. രാഷ്ട്രപതിയാവുന്ന 15ാമത്തെ വ്യക്തിയാണ് അല്ലെ. 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി, സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥിയാണ് ആര്? ദ്രൗപദി മുർമു. ഇന്ത്യയിൽ ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ആദിവാസി വനിതയാണ് ആര്? ദ്രൗപദി മുർമു. ജനനം എവിടെയാണ്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, നിലവിലുള്ള ആളായതുകൊണ്ട്. ഒഡീഷയിലാണ് ജനനം എവിടെയാണ്? ഒഡീഷയിൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രാഷ്ട്രപതിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ രാഷ്ട്രപതിമാരുടെ പേര് ഓർഡറിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാലഘട്ടം പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കോഡ് ഇതാണ്, എഴുതി വെച്ചോളൂ. രാരാസഗിരി, ഫാനി, ഗ്യാനി, വിശന്ന അബുവിനെ പ്രതിഭ പ്രണയിച്ചത് രാമനറിഞ്ഞു മുറുമുറുത്തു എന്നാണ് നമ്മുടെ കോഡ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു 3 വരി പഠിച്ചു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. രാരാസഗിരി, ഫാനി, ഗ്യാനി, വിശന്ന അബുവിനെ പ്രതിഭ പ്രണയിച്ചത് രാമനറിഞ്ഞു മുറുമുറുത്തു. അപ്പോൾ ഇതിൽ നമ്മുടെ എല്ലാ രാഷ്ട്രപതിമാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ആള് രാ എന്ന് പറയുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ് ആണ് രാ. അടുത്ത രായ ആരാണ്? രാധാകൃഷ്ണൻ. യെസ്, രാധാകൃഷ്ണനാണ് രണ്ടാമത്തെ രാ. ഇനി 3 സ എന്ന് പറയുന്നത് എന്താണ്? സഖീർ ഹുസൈൻ ആണ് സ. ഇനി അടുത്തത് ഗിരി എന്ന് പറയുന്നത് വി വി ഗിരി. അപ്പോൾ ഗിരി കഴിഞ്ഞു. ഇനി ഫ നീ എന്നാണ്, അതിൽ 2 പേരുണ്ട്. ഫ എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫ ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 6 നീ എന്ന് പറയുന്നത് നീലം സഞ്ജീവ റെഡ്ഡി. ദെൻ അത് കഴിഞ്ഞ് ഗ്യാനി എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ് അല്ലേ. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഗ്യാനി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വേ ഷ ന. ഇവിടെ 3 പേരുണ്ട്. വേ എന്ന് പറയുന്നത് ആർ വെങ്കിട്ടരാമനാണ് വേ. ഇനി ഷ എന്ന് പറയുന്നത് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഷ. ന എന്ന് പറയുന്നത് കെ ആർ നാരായണനാണ് വേഷ ന എന്ന് പറയുന്നത്. ദെൻ 11 അബു എന്ന് പറയുന്നത് ആരാണ്? എ പി ജെ അബ്ദുൽ കലാം ആണ് അബു എന്ന് പറയുന്നത്. 12 പ്രതിഭ അല്ലേ. പ്രതിഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രതിഭ പാട്ടീലാണ് 12. ദെൻ പ്രണയിച്ചത് എന്ന് പറയുമ്പോൾ ആരാണ്? പ്രണബ് കുമാർ മുഖർജിയാണ് പ്രണയിച്ചത് എന്ന് പറയുന്നത്. അടുത്തത് രാമനറിഞ്ഞു. ആരാ രാമൻ? രാംനാഥ് കോവിന്ദ്. 15 ആരാ? മുറുമുറുത്തു എന്ന് പറയുമ്പോൾ ദ്രൗപദി മുർമു എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം നമുക്ക്
15 പേരും കിട്ടി രാഷ്ട്രപതിമാർ അല്ലേ. അപ്പൊ രാരാസ ഗിരി ഫാനി ഗ്യാനി വിശന്ന അബുവിനെ പ്രതിഭ പ്രണയിച്ചത് രാമൻ അറിഞ്ഞു മുറുമുറുത്തു. ഇതാണ് നമ്മുടെ കോഡ്. ഇനി നമുക്ക് ഇവരുടെ കാലഘട്ടവും കൂടെ ഓർത്തു വയ്ക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രാഷ്ട്രപതിമാരുടെ കാലഘട്ടം തുടങ്ങുന്നത്, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാലഘട്ടം തുടങ്ങുന്നത് 1950-ലാണ്. ഓക്കെ, കാലഘട്ടം തുടങ്ങുന്നത് 1950-ലാണ് സ്റ്റാർട്ടിങ്. പിന്നെ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓൾമോസ്റ്റ് എല്ലാവരും 5 വർഷ കാലാവധി തികച്ചവരാണ്. അപ്പൊ അതിലല്ലാത്ത കുറച്ച് പേരുണ്ട്, അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ആദ്യത്തെ ആള് രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ട് 12 വർഷക്കാലം ഭരിച്ച ആളാണെന്നല്ലേ. അപ്പൊ രാജേന്ദ്ര പ്രസാദിന്റേത് 12 വർഷമാണ് കാലഘട്ടം. ഓക്കെ, അത്രയും കാലാവധി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സക്കീർ ഹുസൈൻ ആകെ 2 വർഷം മാത്രമേ ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് 3 വർഷമാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് 12 വർഷം, സക്കീർ ഹുസൈൻ 2 വർഷം, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 3 വർഷം. ഇവർ 3 പേര് മാത്രമാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും 5 വർഷമാണ്. അപ്പൊ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാലോ. 1950-ലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 1950 സ്റ്റാർട്ട് ചെയ്തു രാജേന്ദ്ര പ്രസാദ്. 1950 സ്റ്റാർട്ട് ചെയ്തു, 12 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ 12 വർഷം എന്ന് പറയുമ്പോൾ 58 എത്രയാണ്, 62 വരെ എത്തി. ഇനി രാധാകൃഷ്ണൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ 62 മുതൽ 5 വർഷമാണ് രാഷ്ട്രപതിമാരുടെ കാലാവധി. സോ 67 വരെ. ഇനി സക്കീർ ഹുസൈൻ എത്ര വർഷം ഭരിച്ചു എന്ന് പറഞ്ഞു നമ്മൾ? 2 വർഷമാണ് സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നത്. സോ 67 മുതൽ 1900 ആണ് കേട്ടോ. 1967 മുതൽ 2 വർഷം എന്ന് പറയുമ്പോൾ 69 വരെയുള്ളൂ. അത് കഴിഞ്ഞ് വി ഗിരിക്ക് വ്യത്യാസമൊന്നുമില്ല, 5 വർഷം ഭരിച്ചിട്ടുണ്ട്. സോ 69 മുതൽ 1969 മുതൽ എത്ര വരെ? 74 വരെ, 5 വർഷം. ഇനി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എത്തിയപ്പോൾ 3 വർഷമേ ഭരിച്ചിട്ടുള്ളൂ. സോ 1974 മുതൽ 3 വർഷം എന്ന് പറയുമ്പോൾ 77 വരെയാണ് ഭരിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ബാക്കിയെല്ലാം നമുക്ക് 5 കൂട്ടി എഴുതിയാൽ മതി. സോ ഇവിടെ നീലം സഞ്ജീവ റെഡ്ഡി ഇവിടെ 77 നിർത്തിയിട്ടുള്ളത്. സോ 1977 മുതൽ 5 കൂട്ടുന്ന സമയത്ത് 82 വരെ. ഗ്യാനി സെയിൽ സിംഗ് ആണെങ്കിലോ 82 മുതൽ 5 കൂട്ടുമ്പോൾ 87 വരെ. വെങ്കിട്ടരാമനാവുമ്പോൾ 87 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 92 വരെ, 5 വർഷമാണ്. ശങ്കർദയാൽ ശർമ്മയാവുമ്പോൾ 1992 മുതൽ 97 വരെ. KR നാരായണനാവുമ്പോൾ 97 മുതൽ 2002. ഇവിടെ 2002 മുതൽ 2007 വരെ. പ്രതിഭ പട്ടീലാവുമ്പോൾ 2007 മുതൽ 2012 വരെ. പ്രണബ് കുമാർ മുഖർജി ആവുമ്പോൾ 2012 മുതൽ 2017 വരെ. രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2022 വരെ. ദ്രൗപദി മുർമു 2022 നിന്നും ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാലഘട്ടം വളരെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം അവരുടെ പേര് പഠിക്കാനുള്ള കോഡ്: രാരാസ ഗിരി ഫാനി ഗ്യാനി വിശന്ന അബുവിനെ പ്രതിഭ പ്രണയിച്ചത് രാമൻ അറിഞ്ഞു മുറുമുറുത്തു. അപ്പോൾ അത് വെച്ച് നമുക്ക് പേരുകളൊക്കെ കിട്ടി അല്ലേ. എന്നിട്ട് കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ 1950 സ്റ്റാർട്ട് ചെയ്യുന്നു, 5 വർഷമാണ് കാലാവധി. അതിൽ 3 പേര് വ്യത്യാസമുണ്ട്. രാജേന്ദ്ര പ്രസാദ് 12 വർഷം, സക്കീർ ഹുസൈൻ 2 വർഷം, ഫക്രുദ്ദീൻ അലി അഹമ്മദ് 3 വർഷം. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത് ഉപരാഷ്ട്രപതിമാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഉപരാഷ്ട്രപതിമാരെ നമുക്ക് ഓർത്തിരിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാ? നമ്മൾ പഠിച്ചു, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആരാ? ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തി മുഹമ്മദ് ഹമീദ് അൻസാരി എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും കൂടുതൽ കാലം അല്ലേ, ഏറ്റവും ലോങ് ആയിട്ട്. അപ്പം അങ്ങനെ ഓർക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം, മുഹമ്മദ് ഹമീദ് അൻസാരി. ഇപ്പം സാരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നീളമുള്ളതല്ലേ, അപ്പോൾ കുറേ കാലം ഉണ്ടായിരുന്നത് അൻസാരിയാണ് എന്നുള്ള രീതിയിൽ മുഹമ്മദ് ഹമീദ് അൻസാരി എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത്
കുറച്ച് കാലമാണ്, അപ്പോൾ ചെറിയൊരു പേരാണെന്ന് ഓർത്താൽ മതി. വി ഗിരി ഏറ്റവും ചെറിയ പേരാണ് ഉപരാഷ്ട്രപതിമാരിൽ അല്ലേ, ഗിരി. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് വി ഗിരിയാണ്. ഇനി രാജിവെച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാലും ആര് തന്നെയാണ്? വി ഗിരി തന്നെയാണ്. രാജിവെച്ച ആദ്യത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാലും വി ഗിരി തന്നെയാണ്. ഇനി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാ? KR നാരായണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാവുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഭൈറോൺ സിംഗ് ഷെഖാവത്ത് ആണ്. ഭൈറോൺ സിംഗ് ഷെഖാവത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി. ഭൈറോൺ സിംഗ് ഷെഖാവത്ത്. ഓക്കെ. ഇനി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരാ? BD ജെട്ടി. അപ്പോൾ ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പ്രായം കുറവല്ലേ, അപ്പോൾ പ്രായം നമ്മൾ BD ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പ്രായമാണ് കുറയുന്നത്, ഇവിടെ ആയുസ് കുറയുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രായം കുറഞ്ഞ അല്ലേ, BD വലിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് പ്രായം ആവാനൊന്നും നിൽക്കില്ല അല്ലേ, പ്രായം കുറവിലുള്ളപ്പോൾ തന്നെ ആൾ തട്ടിപ്പോകും എന്ന് ഓർത്താൽ മതി. ഓക്കെ. അപ്പോൾ BD ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ പ്രായം കുറവാകുമ്പോൾ തന്നെ ആൾ തട്ടിപ്പോകും അല്ലേ. അപ്പോൾ പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി BD ജെട്ടിയാണെന്ന് ഓർക്കുക. പ്രായം ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും ലോങ് ആയിട്ട്, അപ്പോൾ സാരി എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളി KR നാരായണൻ. കുറച്ചു കാലമുള്ളത് ചെറിയ പേരുള്ള ആളാണ് വി ഗിരി എന്ന് നമ്മൾ പറഞ്ഞു, ഓർത്തിരിക്കുക. ഇനി രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി, രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചതിനു ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതി പദം വഹിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഏക വ്യക്തിയാണ്. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി എന്നുള്ളത്. ഇനി ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് കിഷൻ കാന്ത് ആണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി. ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തിയാണ് കിഷൻ കാന്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉപരാഷ്ട്രപതിമാരെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. രാഷ്ട്രപതിമാരെ നിങ്ങൾ എല്ലാവരുടെ പേരും കാലഘട്ടവും എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും. ഉപരാഷ്ട്രപതിമാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്